കേരളത്തിൽ ഒഴിവരുന്ന 3 രാജ്യസഭാ സീറ്റ്. ആ സീറ്റുകളിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ജൂൺ 25-നാണ് വോട്ടെടുപ്പ്. ജൂൺ 6-ന് വിജ്ഞാപനം ഇറങ്ങും. സ്വാഭാവികമായും കേരളത്തിലെ മുന്നണികൾ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് കടക്കും. ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വരുന്നത് 4-ാം തീയതിയാണ്. അതിനുശേഷം മാത്രമേ രാജ്യസഭാ സ്ഥാനാർത്ഥി ആരായിരിക്കണം, ഏത് കക്ഷിക്കാണ് സീറ്റ് നൽകേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുന്നണികൾ യോഗം ചേരാൻ സാധ്യതയുള്ളൂ എന്ന വാർത്തകൾ വരുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ചിലപ്പോൾ ഒരു അനൗദ്യോഗിക ധാരണയിലൊക്കെ എത്താൻ കഴിയുമായിരിക്കും. LDF-ലാണ് കാര്യമായ തർക്കം നിൽക്കുന്നത്. എല്ലാ മുന്നണികളും അവകാശവാദവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ പ്രശ്നം വളരെ പെട്ടെന്ന് തീർക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ. UDF-ലാകട്ടെ സീറ്റ് ഇതിനകം തന്നെ മുസ്ലിം ലീഗിന് നൽകിയിട്ടുണ്ട്. 3 സീറ്റിലേക്കാണ് മത്സരം നടക്കുക. 2 സീറ്റിൽ LDF-ന് ജയിപ്പിക്കാൻ കഴിയും, 1 സീറ്റ് UDF-ന് ജയിപ്പിക്കാൻ കഴിയും. അതാണ് ഇന്നത്തെ നിയമസഭയിലെ കക്ഷി നില. അതുകൊണ്ട് തന്നെ 1 സീറ്റ് UDF-നുണ്ട്. ആ UDF-ന്റെ സീറ്റ് അത് മുസ്ലിം ലീഗിനായിരിക്കും എന്ന് നേരത്തെ തീരുമാനമായിട്ടുണ്ട് എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത്. സ്ഥാനാർത്ഥി നിർണയം അത് ചർച്ചയിലേക്ക് കടക്കും. തിരക്കില്ല, പുതുമുഖങ്ങൾക്കായിരിക്കും അവസരം നൽകുക എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിയാണ് മത്സരിക്കാൻ സാധ്യത എന്ന ചർച്ചകൾ നേരത്തെ ഉയർന്നു വരുന്നു. കാരണം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കൂടിയായ കുഞ്ഞാലിക്കുട്ടി രാജ്യസഭയിലേക്ക് പോകട്ടെ, ഒരു കേന്ദ്രമന്ത്രിയൊക്കെ ആകാം എന്ന നിലപാട്, അത്തരം ചർച്ചകൾ മുസ്ലിം ലീഗിന് പുറത്ത് ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾ അത്തരം വാർത്തകൾ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അങ്ങനെ ഒരു പരിപാടിക്കും ഞാനില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് PK കുഞ്ഞാലിക്കുട്ടി. രാജ്യസഭയിലേക്കില്ല, കേരളത്തിൽ തന്നെ എനിക്ക് വേണ്ടത്ര ജോലിയുണ്ട്, MLA ആണ്, ഇവിടെ തന്നെ പണിയുണ്ട് എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഞാൻ പോകുന്നു. അതിന് മറുപടി പറയാം. ഞാനിത് പല പ്രാവശ്യം നിങ്ങൾ എന്നോട് ചോദിച്ചതാണ്. കുറേ ഒഴിഞ്ഞു മാറാൻ നോക്കി. അതുപോലെ തന്നെ ഇത് എൻ്റെ അധികാരപരിധിപ്പെട്ട ഒരു കാര്യമല്ല, തങ്ങൾ പറയേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറിയപ്പോൾ നിങ്ങൾ വിടുന്നില്ല. നിങ്ങൾ പിന്നെയും അതിനെപ്പറ്റി മറുപടി പറയാൻ അതിന് കഥകളുണ്ടാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തങ്ങളുമായിട്ട് സംസാരിച്ചു. ക്ലിയർ ആയിട്ടാണ് പറഞ്ഞേക്കാം, ഞാനില്ല. സംശയമില്ല. ഏതെങ്കിലും ഒരു വാചകത്തിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ വാർത്ത ഉണ്ടാക്കുമെന്ന് എത്ര ക്ലിയറായി. അത് പറയാനുള്ള ഒരു പെർമിഷൻ ഞാൻ പ്രസിഡൻ്റ് അടുത്ത് തങ്ങളുടെ അടുത്ത് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ തന്നെ പറയാണ്. എനിക്ക് ആവശ്യത്തിന് എടുക്കാനുള്ള പണി ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ പണിയിൽ വ്യാപൃതനാണ്. ഞാൻ ഏതായാലും ഇല്ല. അതൊക്കെ ഇനിയിപ്പോൾ പാർട്ടി ആലോചിച്ച് തങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. തീരുമാനിക്കുമ്പോൾ മാത്രമേ എനിക്കും അറിയുള്ളൂ, അതിനുമുമ്പ് എനിക്കും അറിയില്ല. മുസ്ലിം ലീഗിന് തന്നെയാണ് സീറ്റ് എന്ന തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ വിശ്വസിക്കുന്നത്. അതനുസരിച്ചുള്ള ചർച്ചകൾ മുസ്ലിം ലീഗിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ആരാണ് സ്ഥാനാർത്ഥി എന്നത് മാത്രമേ അറിയാനുള്ളൂ. തങ്ങളുമായുള്ള ഒരു യോഗം, ആ യോഗത്തിൽ തീരുമാനമാകും എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കഴിയും എന്ന്. അതേ വാർത്താ സമ്മേളനത്തിൽ എന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകരെ കുഞ്ഞാലിക്കുട്ടി കണ്ടപ്പോൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു കുഞ്ഞാലിക്കുട്ടിയോട്. ഇനിയിപ്പോൾ വയനാട് സീറ്റ്, അവിടെ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ജയിക്കും. രാഹുൽ ഗാന്ധി റായ്ബറേലിലും മത്സരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം 1 സീറ്റ് ഒഴിയേണ്ടി വരും. റായ്ബറേലിൽ അദ്ദേഹം ജയിക്കും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള വാർത്തകൾ. വയനാട്ടിലും അദ്ദേഹം ജയിക്കും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെ 2 സീറ്റിലും ജയിച്ചാൽ 1 സീറ്റ് രാജിവെക്കേണ്ടി വരും. അത് സ്വാഭാവികമായും വയനാട് ആയിരിക്കും. അങ്ങനെ വയനാടിൽ സീറ്റ് ഒഴിവ് വന്നാൽ ആ ലോക്സഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകുകയും രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് എടുക്കുകയും ചെയ്താലോ? ഈ ചോദ്യവും ഉയരുന്നുണ്ട്. കാരണം ലോക്സഭാ ഇലക്ഷന് ശേഷം മാത്രമാണ് അന്തിമ തീരുമാനം എടുക്കുന്നത്. ഈ ചോദ്യം കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകൻ. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടിയുണ്ട്. അത് ഒന്നുകൂടി കേൾക്കാം. തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ ലീഗ് 3ാം സീറ്റ് എന്ന ആവശ്യം വീണ്ടും ഉന്നയിക്കുക വയനാട്ടിൽ? അത് സാധ്യതയില്ല. അങ്ങനെ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങളൊരു തീരുമാനം ആയതാണല്ലോ. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം ഇല്ല. അത് നമ്മൾ ഒരു ചർച്ചയ്ക്ക് വിടേണ്ട കാര്യമില്ല. അതുപോലെ അതിനെപ്പറ്റി ഇനി ഒരു സംശയം പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. UDF തലത്തിൽ കാര്യങ്ങളൊക്കെ തീരുമാനമായതാണ്. ഈ ലീഗിന് രാജ്യസഭയാണ്. രാജ്യസഭയിലേക്ക് സമയമാകുമ്പോൾ തങ്ങൾ ആളെ പ്രഖ്യാപിക്കും. ഞാനില്ല എന്ന് പറയാനുള്ള സമ്മതം ഞാൻ തങ്ങളിരുന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇത് എടുത്ത തീരുമാനമാണ്, UDF അംഗീകരിച്ച തീരുമാനമാണ്, അതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. മറ്റേ പ്രശ്നം അത് അപ്പോൾ തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ ചർച്ച ചെയ്യട്ടെ, തീരുമാനിക്കാം. രാജ്യസഭാ സീറ്റ് അത് മുസ്ലിം ലീഗിന് ഉള്ളത് തന്നെയാണ്, തന്നതാണ്, അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന ഉറച്ച നിലപാടെടുക്കുന്നു കുഞ്ഞാലിക്കുട്ടി.
പക്ഷേ കുഞ്ഞാലിക്കുട്ടിയുടെ ആ ചോദ്യം ചോദിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഒന്ന് പതറുന്നുണ്ട്. കാരണം അത്തരമൊരു സാധ്യത മുന്നിൽ നിൽക്കുന്നു. രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് തന്നെ എടുക്കട്ടെ, വയനാട് സീറ്റ് മുസ്ലിം ലീഗ് നൽകിയാലോ, അത് നല്ല സാധ്യതയാണ്. അത്തരമൊരു ചർച്ച സ്വാഭാവികമായും കോൺഗ്രസിനകത്ത് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ വയനാടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി ആയിരിക്കും രാഹുൽ ഗാന്ധിയുടെ സീറ്റിൽ മത്സരിക്കാൻ സാധ്യത എന്ന ചർച്ചകൾ വരുന്നുണ്ട്. അത് എന്താണ് എന്ന് AICC ആണ് തീരുമാനിക്കേണ്ടത്. ഏതായാലും വയനാട് സീറ്റ് ഒഴിവ് വരികയാണെങ്കിൽ, രാഹുൽ ഗാന്ധി രാജിവെക്കുകയാണെങ്കിൽ എന്ത് എന്ന ചോദ്യം ഉയർന്നു വരികയും അത് പ്രധാന ചർച്ചാ വിഷയമായി മാറുകയും ചെയ്യുന്നുണ്ട്. കാരണം വയനാട് സീറ്റ് നേരത്തെ മുസ്ലിം ലീഗ് ചോദിച്ചതാണ്. മുസ്ലിം ലീഗ് പറഞ്ഞത് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നില്ല എങ്കിൽ വയനാട് സീറ്റ് മുസ്ലിം ലീഗിന് വിട്ടു നൽകണം എന്നാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരു ക്ലെയിമും ഉന്നയിക്കുന്നില്ല, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സീറ്റ് വിട്ടുകൊടുക്കാനും രാഹുൽ ഗാന്ധിയെ വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗ് നടത്തും. അഥവാ രാഹുൽ ഗാന്ധി ഏതെങ്കിലും തരത്തിൽ മത്സരിക്കാതിരുന്നാൽ സ്വാഭാവികമായും ആ സീറ്റ് മുസ്ലിം ലീഗിന് വിട്ടുതരണം എന്ന ആവശ്യം ആദ്യം മുതൽ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിരുന്നു. രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നു, അതോടുകൂടി ആ അവകാശവാദം മുസ്ലിം ലീഗ് ഒഴിവാക്കുകയും വടകര സീറ്റ് ലഭിക്കണം, അതല്ലെങ്കിൽ കണ്ണൂർ സീറ്റ് ലഭിക്കണം, കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന ചർച്ചകളൊക്കെ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒഴിവരുന്ന കണ്ണൂർ സീറ്റ്, കെ സുധാകരൻ മത്സരിക്കാത്ത കണ്ണൂർ സീറ്റ് മുസ്ലിം ലീഗിന് വിട്ടു നൽകണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് മുസ്ലിം ലീഗ്. പക്ഷേ കെ സുധാകരൻ തന്നെ അവിടെ മത്സരിച്ചു. ആ ഒരു ചർച്ച നടക്കുന്ന ഘട്ടത്തിലാണ്, ഒരു സീറ്റ് വേണം എന്ന ആവശ്യം മുസ്ലിം ലീഗ് ഉറച്ചു നിന്ന ഘട്ടത്തിലാണ് രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകാൻ UDF യോഗത്തിൽ തീരുമാനമായത്, ധാരണയായത്. ആ ധാരണ ഇപ്പോഴും ഉണ്ട് എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത്. പക്ഷേ മറ്റൊരു സാധ്യത കൂടി മുസ്ലിം ലീഗിന് മുന്നിലുണ്ട്. അത് വയനാട് സീറ്റുമായി ബന്ധപ്പെട്ടാണ്. രാജ്യസഭാ സീറ്റ് വേണോ അതല്ല ലോക്സഭാ സീറ്റ് വേണോ എന്ന ചർച്ച സ്വാഭാവികമായും മുസ്ലിം ലീഗിനകത്ത് ഉയർന്നു വരിക തന്നെ ചെയ്യും. കാരണം ഈ രാജ്യസഭാ സീറ്റ് എന്നത് ഇടക്കാലത്തേക്ക് മാത്രമാണ്, 2 വർഷത്തേക്ക് മാത്രമാണ്. 2 വർഷം കഴിഞ്ഞാൽ ഒഴിവരുന്ന രാജ്യസഭാ സീറ്റ് അത് ഒഴിയുന്നത് മുസ്ലിം ലീഗ് അംഗമാണ്. ആ സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കേണ്ടി വരും. അപ്പോൾ ഫലത്തിൽ ഒരു സീറ്റ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ, ഒരു രാജ്യസഭാ സീറ്റ് മാത്രമേ മുസ്ലിം ലീഗിന് ഉണ്ടാകുകയുള്ളൂ. ഒരു രാജ്യസഭാ സീറ്റ് എല്ലാ കാലത്തും നിലനിർത്തുകയും ചെയ്യാം, 3 ലോക്സഭാ സീറ്റ് കൈപ്പിടിയിലേക്ക് വരികയും ചെയ്യും. അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള മുതിർന്ന നേതാവ് മത്സരിച്ച സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കുമ്പോൾ ദേശീയ തലത്തിൽ അതൊരു ചർച്ചയായി മാറാൻ സാധ്യതയുണ്ട്. അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി മത്സരിക്കും തുടങ്ങിയ വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഏതായാലും അത്തരമൊരു സാധ്യത മുസ്ലിം ലീഗിന് മുന്നിൽ തുറന്ന് വന്നിട്ടുണ്ട്. അത് എത്രമാത്രം പ്രയോജനപ്പെടുത്താൻ മുസ്ലിം ലീഗിന് കഴിയും എന്ന ചോദ്യമാണ് ഉയരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യസഭാ സീറ്റ് അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. MM ഹസനെ പോലെയുള്ള മുതിർന്ന നേതാവിനെ രാജ്യസഭയിലേക്ക് അയക്കണം എന്ന ചർച്ച കോൺഗ്രസിനകത്ത് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രാജ്യസഭാ സീറ്റ് വിട്ടുകിട്ടണം എന്ന ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ വയനാട് സീറ്റ് വേണം എന്ന ആവശ്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കും. രാഹുൽ ഗാന്ധി രാജിവെക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി റായ്ബറയിൽ ജയിക്കണം എങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് അത്തരമൊരു ചർച്ച, അത്തരമൊരു സാധ്യത മുസ്ലിം ലീഗിന് മുന്നിലുണ്ട്. ആ ചർച്ച മുസ്ലിം ലീഗ് നടത്തുന്നുണ്ട്. അത് എല്ലാം ലോക്സഭാ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം മാത്രമേ തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് മറ്റൊരു വിഷയം. അതുകൊണ്ട് തന്നെയാണ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടും സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുമുള്ള UDFിലെ ചർച്ചകൾ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് പറയുന്നത്. നീണ്ടുപോകാൻ കഴിയില്ല. ജൂൺ 13 മുമ്പ് തീരുമാനമുണ്ടാകണം. ജൂൺ 13 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അതുകൊണ്ട് ഇരു മുന്നണികളും ജൂൺ 13 മുമ്പ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതും ഒരു വെല്ലുവിളിയാണ് മുന്നണികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നിലുള്ളത്.